തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച ബി.ജെ.പി. വോട്ടിനു വേണ്ടി ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം. വിഷു കിറ്റ് എന്ന പേരിലാണ് സാധാരണക്കാരായ ആളുകൾക്ക് കിറ്റ് വിതരണം നടത്തിയത്. 900 രൂപ വില വരുന്ന അരി, പരിപ്പ്, പഞ്ചസാര തുടങ്ങിയ പലചരക്ക് സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. ഒളരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന കീർത്തന എന്ന സൂപ്പർ മാർക്കറ്റിലാണ് കിറ്റ് വിതരണം നടന്നത്. വിവരമറിഞ്ഞ് കിറ്റ് വാങ്ങാനെത്തിയവരാണ് നിരവധി പേരും. നാൽപ്പത്തെട്ട് കിറ്റുകൾ വിതരണം ചെയ്തെങ്കിലും പിന്നീട് ഇടതുപക്ഷ പ്രവർത്തകരെത്തി വിതരണം തടഞ്ഞു. നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നതെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. പല സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ചില കടകളും ഷോപ്പുകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, മദ്യഷാപ്പുകൾ, അങ്ങനെയുള്ള കടക്കാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ സ്വാധീനിക്കാൻ പാവപ്പെട്ട ആളുകൾക്ക് കിറ്റുകൾ കൊടുത്തും പണം കൊടുത്തും മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കൊടുത്തും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായ അവരുടെ പരിശ്രമമാണ് ഇവിടെ നേരിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. 48 പേർക്ക് കിറ്റ് കൊടുത്തു കഴിഞ്ഞു. ആ കിറ്റ് വാങ്ങി പോകുന്ന ആളുകൾ തന്നെ പറഞ്ഞ് ബി.ജെ.പിക്കാർ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ വന്നാണെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടന്നിരിക്കുന്നത്. അവർക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്ഥലത്തെത്തിയ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും കിറ്റുകൾ കണ്ടെത്തി സൂപ്പർ മാർക്കറ്റ് സീൽ വെച്ച് പൂട്ടി. ബി.ജെ.പി. നേതാവ് രാധാകൃഷ്ണൻ കിറ്റ് വിതരണം നടത്താനായി മുൻകൂട്ടി പണം നൽകിയിരുന്നു എന്നാണ് സൂപ്പർ മാർക്കറ്റ് അധികൃതർ പറഞ്ഞത്. ചട്ടലംഘനം നടത്തിയ ബി.ജെ.പിക്കെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കൈരളി ന്യൂസ്, തൃശൂർ.